ഇന്ന് നമ്മൾ ആസ്റ്റർ ഹെൽത്ത് കെയറിന്റെ ഒരു സ്റ്റോക്ക് അനാലിസിസുമായിട്ടാണ് വന്നിട്ടുള്ളത്. കേൾക്കുമ്പോൾ ആസ്റ്റർ DM ഹെൽത്ത് കെയറിനെ കുറിച്ചുള്ള എല്ലാം മികച്ചതാണെന്ന് തന്നെ തോന്നത്തക്ക രീതിയിലുള്ള ന്യൂസും മറ്റ് ഡീറ്റെയിൽസുമാണ് നമുക്ക് മുമ്പിലുള്ളത്. പക്ഷേ ഇതിന് പുറകിൽ എന്തെങ്കിലും അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഒളിഞ്ഞിരിക്കുന്നുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കേണ്ടതുണ്ട്. അപ്പോ ആ ഒരു അനാലിസിസിലേക്കാണ്. മുമ്പ് പറഞ്ഞ പോലെ കമ്പനി ഈ അടുത്ത് അവരുടെ ഒരു വലിയ സ്ട്രാറ്റജിക് സെയിൽ പൂർത്തിയാക്കി അവരുടെ ഇന്ത്യൻ ബിസിനസ്സിൽ നല്ല റവന്യൂ ഗ്രോത്ത് കാണിക്കുന്നുണ്ട്. കൂടാതെ ഷെയർ ഹോൾഡേഴ്സിന് വളരെ വലിയൊരു സ്പെഷ്യൽ ഡിവിഡൻഡ് നൽകുകയും ചെയ്തു. ഹെഡ്ലൈൻസ് എല്ലാം ഗംഭീരമാണ്. പക്ഷേ സ്റ്റോക്കിലെ ചാർട്ട് പറയുന്നത് ഒരു പക്ഷേ മറ്റൊരു കഥയായിരിക്കും. ഇപ്പോൾ ഈ സ്റ്റോക്ക് അതിന്റെ ലോങ് ടേം ട്രെൻഡിന് ചരിത്രപരമായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ക്രിട്ടിക്കൽ പ്രൈസ് ലെവലിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. റെസിസ്റ്റൻസിന്റെ ഈ ഒരു അവസാനത്തെ ലൈൻ തകർന്നാൽ ഒരു വലിയ ഒരു കറക്ഷൻ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് മാത്രമല്ല, ഇൻവെസ്റ്റേഴ്സിന് അതൊരു വലിയ പ്രോബ്ലമായിട്ട് മാറുകയും ചെയ്യും. നല്ല വാർത്തകളുടെ ഒരു മറയ്ക്ക് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു ബലഹീനതയുടെ കഥയാണ് മാർക്കറ്റ് ചിലപ്പോൾ പ്രൈസിലൂടെ അല്ലെങ്കിൽ അവരുടെ ചാർട്ടിലൂടെ നമുക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത്. ഈ വീഡിയോയിൽ ആ പ്രൈസ് ലെവൽ ഏതാണെന്ന് ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണിച്ചു തരാം. അതുപോലെ തന്നെ നമുക്ക് ചാർട്ടുകൾ നോക്കി കൂടാതെ ബിയേഴ്സ് നിയന്ത്രണം എടുക്കുന്നു എന്ന് സൂചിപ്പിക്കുന്ന 3 വലിയ റെഡ് ഫ്ലാഗ്സ് ഏതൊക്കെയാണെന്നും എന്തുകൊണ്ട് ഈ പറയുന്ന നല്ല വാർത്തകൾ യഥാർത്ഥത്തിൽ ഒരു ബ്രേക്ക് ഡൗണിന് കാരണമായേക്കാവും എന്നുള്ള സൂചനകളാണ് ഞാൻ വിശദീകരിച്ചു തരുന്നത്. വെൽക്കം ടു ദ ഐ ഓപ്പണർ വീഡിയോ ഓഫ് ധന സ്മാർട്ട് സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻസ്. നമുക്ക് ആ ചാർട്ടിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് മൊത്തത്തിലുള്ള ഒരു സാഹചര്യം നമുക്കൊന്ന് വിലയിരുത്താം. പൊതുവെ മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷൻ ഏരിയയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. നിഫ്റ്റി 50 ആണെങ്കിൽ തന്നെ 26,000 ലെവലിൽ ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ സ്റ്റേജിൽ അല്ലെങ്കിൽ ഒരു കൺസോൾട്ടേഷൻ സ്റ്റേജിലാണ് ഉള്ളത്. ഹെൽത്ത് കെയർ സെക്ടറിനെ നോക്കുകയാണെങ്കിൽ കുറച്ച് വോളറ്റാലിറ്റി കാണിച്ചിട്ടുമുണ്ട്. നിഫ്റ്റി ഹെൽത്ത് കെയർ ഇൻഡെക്സ് ഈയിടെയായിട്ട് വീക്ക്ലി മന്ത്ലിയിലൊക്കെ ചെറിയ ഇടിവുകളൊക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കാണാൻ സാധിച്ചു. ഇത് ഈ സെക്ടറിലെ അനുകൂല സാഹചര്യങ്ങൾ കുറയുന്നു എന്നതിന്റെ സൂചനയായിട്ട് വേണമെങ്കിൽ നമുക്ക് കരുതാം. സത്യത്തിൽ ഇതൊരു തകർച്ചയല്ല, പക്ഷെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു തണുപ്പൻ അവസ്ഥയാണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി. ഇങ്ങനെയുള്ള മാർക്കറ്റുകളിൽ ബലഹീനതയുള്ള സ്റ്റോക്കുകൾ പെട്ടെന്ന് പുറത്തേക്ക് വന്നേക്കാം. ആസ്റ്റർ DM അത്തരത്തിലുള്ള ചില സൂചനകൾ നൽകുന്ന ഒരു സ്റ്റോക്കാണ്. അപ്പൊ ഇവിടെ കമ്പനിയുടെ ഫിനാൻഷ്യലിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഇവിടെയാണ് കാര്യങ്ങൾ വളരെ രസകരമായിട്ട് നമുക്ക് മുമ്പിലേക്ക് എത്തുന്നത്. 2024 ആസ്റ്റർ DM അവരുടെ ഗൾഫ് കൗൺസിൽ രാജ്യങ്ങളിലെ GCCയിലെ ബിസിനസ് വിറ്റു. $1 ബില്യൺ എന്റർപ്രൈസ് വാല്യൂ ഉള്ള ഒരു വലിയ ഡീലായിരുന്നു. അതിലൂടെ ഒരു വലിയ തുക അവർക്ക് ക്യാഷ് ആയിട്ട് ലഭിച്ചു. ഈ ഇടപാട് പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റിൽ ഒരു വലിയ വൺ ടൈം ഗെയിൻ ഉണ്ടായി. ഇത് കമ്പനിയുടെ വരുമാനം വളരെ ഉയർന്നതായിട്ട് നമ്മളെ കാണിച്ചു തരികയും ചെയ്തു. ഈ ഒരു വിൽപ്പനയ്ക്ക് ശേഷം ഇൻവെസ്റ്റേഴ്സിന് സാധാരണയായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം കമ്പനി ചെയ്തു. ഒരു ഷെയറിന് 118 രൂപ എന്ന നിരക്കിൽ ഒരു വലിയ സ്പെഷ്യൽ ഡിവിഡൻഡ് കമ്പനി പ്രഖ്യാപിച്ചു. വിൽപ്പനയിൽ നിന്ന് കിട്ടിയ ക്യാഷിന്റെ ഒരു വലിയ ഭാഗം കമ്പനി ഓഹരി ഉടമകൾക്ക് തിരികെ നൽകുകയായിരുന്നു. നോട്ടത്തിൽ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു. എന്നാൽ നമ്മൾ ചരിത്രം കൂടി ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഒരു കമ്പനി ഇത്രയും വലിയ ഡിവിഡൻഡ് നൽകുമ്പോൾ അതിന്റെ ബുക്ക് വാല്യൂവും ക്യാഷ് റിസർവും കുറയും. ഭാവിയിലെ നിക്ഷേപങ്ങൾക്കും കടം തീർക്കാനും വലിയൊരു തുക നിലനിർത്തുമെന്ന് ആസ്റ്റർ അറിയിച്ചെങ്കിലും ഇത്തരത്തിലുള്ള ഒരു ഫിനാൻഷ്യൽ മൂവ് അടിസ്ഥാനപരമായിട്ടുള്ള ആ ഒരു ചിത്രത്തെ വളരെ കോംപ്ലിക്കേറ്റഡ് ആക്കി മാറ്റുകയാണ്. അപ്പൊ അതുകൂടിയാണ് നമ്മളെ ഒരു പ്രധാനപ്പെട്ട റെഡ് ഫ്ലാഗിലേക്ക് എത്തിക്കുന്നത്. ആദ്യമായിട്ട് നമുക്ക് ഈ വാല്യുവേഷനെ പറ്റി മനസ്സിലാക്കാം. സമീപകാലത്തെ പ്രൈസ് കറക്ഷന് ശേഷം ആസ്റ്റർ DM ഉയർന്ന പ്രൈസ് ടു ഏർണിംഗ് അഥവാ P റേഷ്യോയിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഈയിടെ അത് 70 നിന്ന് 90 മുകളിലേക്കൊക്കെ പോയിരുന്നു. ഇത് ശരിയായിട്ട് മനസ്സിലാക്കാൻ ഹെൽത്ത് കെയർ സെക്ടറിന്റെ ശരാശരി PE ഇതിലും വളരെ കുറവാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിനർത്ഥം മറ്റു കമ്പനികളെ അപേക്ഷിച്ച് ആസ്റ്റർ DMന്റെ ഭാവിയിലെ വരുമാനത്തിനായിട്ട് ഇൻവെസ്റ്റേഴ്സ് ഒരു വലിയ പ്രീമിയമാണ് നൽകുന്നത്. ഇത്തരത്തിലുള്ള ഒരു പ്രീമിയം സാധാരണയായിട്ട് നിലനിൽക്കുന്നത് ഒരു കമ്പനി അസാധാരണമായിട്ട് ഹൈപ്പർ ഗ്രോത്ത് കാണിക്കുമ്പോഴാണ്. വളർച്ചയിൽ എന്തെങ്കിലും ഒരു കുറവോ അല്ലെങ്കിൽ ചാർട്ടിൽ ഒരു ടെക്നിക്കൽ ക്രാക്കോ കണ്ടാൽ ആ ഒരു പ്രീമിയം പെട്ടെന്ന് വളരെ കുറയുകയും അത് വലിയൊരു പ്രൈസ് കറക്ഷനിലേക്ക് നീങ്ങുകയും ചെയ്യും. അപ്പൊ അതിനുള്ള ഒരു സാധ്യതയാണ് ഒന്നാമതായിട്ട് നമ്മളിവിടെ കാണുന്നത്. രണ്ടാമതായിട്ട് ദ പ്രൂഫ് ഓഫ് ചാർട്ട് അനാലിസിസ്. ഇവിടെ വളരെയധികം ആശങ്കകൾ നമുക്ക് മുന്നിലേക്ക് എത്തുകയാണ് ഈ ചാർട്ടുകളിലൂടെ. നിങ്ങളിപ്പോ കാണുന്നത് ആസ്റ്റർ DMന്റെ ഡെയിലി ചാർട്ടാണ്. ഇവിടെ ആശങ്കകൾ നൽകുന്ന പല സൂചനകളും ഇതിലുണ്ട്. ഒന്നാമതായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രധാനപ്പെട്ട മൂവിംഗ് ആവറേജുകളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കഴിഞ്ഞ വർഷത്തിന്റെ ഭൂരിഭാഗ സമയത്തും സ്റ്റോക്ക് വ്യക്തമായിട്ടുള്ള ഒരു അപ് ട്രെൻഡിലായിരുന്നു. എന്നാൽ ഈ അടുത്തുണ്ടായ തിരിച്ചടിയിൽ സ്റ്റോക്ക് അതിന്റെ 20 ഡേ 50 ഡേ 100 ഡേ മൂവിംഗ് ആവറേജിന് താഴെയാണ് ട്രേഡ് ചെയ്യുന്നത്. ഇവയെല്ലാം ഷോർട്ട് ടേം മീഡിയം ടേം ട്രെൻഡുകളെ സൂചിപ്പിക്കുന്ന നിർണായക ഘടകങ്ങളാണ്. പ്രൈസിന് ഇവയ്ക്ക് മുകളിൽ നിൽക്കാൻ കഴിയുന്നില്ലെങ്കിൽ
അത് സൂചിപ്പിക്കുന്നത് ഷോർട്ട് ടൈമിലേക്ക് സെല്ലേഴ്സിനാണ് മുൻതൂക്കം എന്നുള്ളതാണ്. ബയേഴ്സ് വന്നെങ്കിലും മുകളിലേക്ക് പോകാനുള്ള ഓരോ ശ്രമത്തിലും സെല്ലിംഗ് പ്രഷർ നേരിടേണ്ടി വരുന്നുണ്ട്. ഇതൊരു ഹെൽത്തി പുൾ ബാക്ക് ആയിട്ട് നമുക്ക് തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇത് തുടർച്ചയായിട്ടുള്ള ഒരു സെല്ലിങ്ങിന്റെ അടയാളമായിട്ട് വേണം നമ്മൾ ഇതിനെ കാണാൻ വേണ്ടി. അതുപോലെ രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട റെഡ് ഫ്ലാഗ് അല്ലെങ്കിൽ ഒരു ഇഷ്യൂ വരുന്നത് ആ ഒരു മൊമെന്റം ഇൻഡിക്കേറ്ററിൽ നിന്നാണ്. നമുക്കൊരു റിലേറ്റീവ് സ്ട്രെങ്തിന്റെ അഥവാ RSI നോക്കുമ്പോൾ RSI പ്രൈസിലെ മാറ്റങ്ങളുടെ വേഗതയും വ്യതിയാനവും കൃത്യമായിട്ട് അളക്കാൻ വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒരു സ്റ്റോക്ക് ഹെൽത്തി അപ് ട്രെൻഡിലായിരിക്കണമെങ്കിൽ RSI സാധാരണയായിട്ട് 50ക്ക് മുകളിലൊക്കെ നിൽക്കണം എന്നാണ് നമ്മൾ കണക്കൂട്ടാറ്. ചാർട്ടിൽ ഇപ്പോൾ ആസ്റ്റർ DMന്റെ RSI ആ ലെവലിനൊക്കെ ഒരുപാട് താഴെയാണ് നിൽക്കുന്നത്. ഇത് ആ ബുള്ളിഷ് മൊമെന്റം നഷ്ടപ്പെട്ടു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് പലപ്പോഴും മാർക്കറ്റിന്റെ സ്വഭാവം ബൈ ദ ഡിപ്പ് എന്നതിൽ നിന്ന് സെൽ ദ റാലി എന്നതിലേക്ക് മാറിയതിന്റെ ഒരു ക്ലാസിക് സിഗ്നൽ പോലെയാണ് ഇവിടെ കാണുന്നത്. അതുപോലെ MACD അഥവാ മൂവിംഗ് ആവറേജ് കൺവർജൻസ് ഡൈവർജൻസും സമാനമായിട്ടുള്ള ഒരു ബിയറിഷ് പിക്ചർ ആണ് ഇവിടെ നൽകുന്നത്. ഇവിടെ നമുക്ക് ഈ ഒരു ക്രോസ് ഓവർ കാണാൻ പറ്റുന്നുണ്ട് വീക്ക്ലിയിൽ, അതുപോലെ തന്നെ ഡെയിലിയിലും നമുക്ക് ഡൗൺ ആയിട്ട് നിൽക്കുന്നതായിട്ട് തന്നെ കാണാൻ കഴിയും. തീർച്ചയായിട്ടും ഒരു നെഗറ്റീവ് മൊമെന്റത്തിന്റെ ഒരു സാധ്യത ഉറപ്പിക്കുന്നുണ്ട്. ഇനി മൂന്നാമത്തെയും അവസാനത്തെയുമായിട്ടുള്ള ഒരു സിഗ്നൽ നമുക്ക് നോക്കാം. ഇതാണ് നമ്മളെ ഒരു ട്രിപ്പിൾ പോയിന്റിലേക്ക് എത്തിക്കുന്നത്. ഒരു ബിയറിഷ് സ്ട്രക്ചർ മുഴുവനായിട്ട് രൂപപ്പെടുന്നത് ഈ ചാർട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലെവലിന് ഏറ്റവും അടുത്താണ് അല്ലെങ്കിൽ തൊട്ടരികിലാണ് എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഇവിടെ നോക്കിയാൽ ഒരു 200 മൂവിംഗ് ആവറേജിന് തൊട്ട് മുകളിലായിട്ടാണ് ഈ ഒരു കൺഫ്യൂഷൻസ് മുഴുവൻ രൂപപ്പെടുന്നത് എന്നുള്ളതാണ്. 200 മൂവിംഗ് ആവറേജ് എന്നത് ട്രേഡേഴ്സിനും അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും ഒരുപോലെ ഇമ്പോർട്ടന്റ് ആയ അല്ലെങ്കിൽ ശ്രദ്ധിക്കുന്ന ഒരു ലൈനാണ്. ഇത് തീർച്ചയായിട്ടും ആ ഒരു സ്റ്റോക്കിന്റെ ലോങ് ടേം ട്രെൻഡിനെയാണ് സൂചിപ്പിക്കുന്നത്. ഒരു സ്റ്റോക്ക് ഇതിന് മുകളിൽ ട്രേഡ് ചെയ്യുന്നിടത്തോളം കാലം ലോങ് ടേം ട്രെൻഡ് നല്ല ട്രെൻഡായിട്ട് നല്ല പോസിറ്റീവായിട്ട് തന്നെ നിൽക്കുന്നു എന്ന് തന്നെയാണ് നമ്മൾ കരുതുക. എന്നാൽ ഇതിന് താഴേക്കുള്ള ഒരു ശക്തമായിട്ടുള്ള ഒരു ബ്രേക്ക് മാർക്കറ്റിന്റെ വികാരത്തിൽ ഒരു വലിയ മാറ്റം സൂചിപ്പിക്കുന്നു. കൂടുതൽ സെല്ലിങ്ങിനും ഇത് കാരണമായേക്കും. അപ്പോൾ ആസ്റ്റർ DMന്റെ പ്രൈസ് ഏകദേശം 600 എന്നൊരു പ്രധാന സൈക്കോളജിക്കൽ ടെക്നിക്കൽ സപ്പോർട്ട് ലെവലിനെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ലെവൽ കഴിഞ്ഞ മാസങ്ങളിൽ സപ്പോർട്ടായിട്ടും റെസിസ്റ്റൻസ് ആയിട്ടും ഒക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. 200 മൂവിംഗ് ആവറേജ് ഇപ്പോൾ ഇതിന് തൊട്ട് താഴെയായി 580 590 ആ ഒരു റേഞ്ചിലൊക്കെ തന്നെയാണ് നിൽക്കുന്നത്. ഇവിടെ ഈ 590 റേഞ്ചിൽ തന്നെ വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു സോൺ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അപ്പൊ 600 താഴെയുള്ള ഡെയിലിയിൽ വരുന്ന ക്ലോസ് അതുപോലെ തന്നെ സെല്ലേഴ്സ് ആ ഒരു സപ്പോർട്ട് തകർത്തു എന്ന് നമുക്ക് ഉറപ്പിക്കാം. അത്തരമൊരു നീക്കം വളരെ നിർണായകമാണ്. 200 മൂവിംഗ് ആവറേജിലേക്ക് പെട്ടെന്നുള്ള ഒരു ടെസ്റ്റിന് ഇത് വഴിയൊരുക്കുകയും ചെയ്യും. അപ്പൊ ആ ഒരു ലെവൽ അങ്ങനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ പ്രൈസ് ശക്തമായിട്ട് 200 സിമ്പിൾ മൂവിംഗ് ആവറേജിനെ ക്രോസ് ചെയ്ത് താഴേക്ക് പോകുന്നത് നമ്മൾ കണ്ടാൽ അടുത്ത പ്രധാന സപ്പോർട്ട് ലെവൽ പിന്നെയും ഒരുപാട് താഴെയാണ്. ചാർട്ടിന്റെ സ്ട്രക്ചറും മുൻപത്തെ കൺസോൾട്ടേഷൻ സോണുകളും അനുസരിച്ച് 200 മൂവിംഗ് ആവറേജ് ബ്രേക്ക് ചെയ്താൽ സ്റ്റോക്ക് 500 എന്നുള്ള ആ ഒരു റേഞ്ചിലേക്ക് തന്നെ കാലക്രമേണ ഒരു വീഴാനുള്ള ഒരു സാധ്യതയുണ്ട്. മാർക്കറ്റ് അതിന്റെ ഉയർന്ന വാല്യുവേഷനിൽ നിന്ന് സ്റ്റോക്കിനെ അതിവേഗം റീപ്രൈസ് ചെയ്തേക്കാം. ഏകദേശം 600 നിന്ന് 500 ഒരു വീഴ്ച ഒരു വലിയ ഇടിവ് തന്നെയായിട്ട് നമുക്ക് മുന്നിലേക്ക് എത്താനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. അതിനിടയിൽ മറ്റൊരു വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്, ഇത്തരത്തിലുള്ള അനാലിസിസിൽ നിന്ന് നിങ്ങൾക്ക് ബെനിഫിറ്റ് ലഭിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആ ഒരു ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോകളുമായിട്ട് ഈ ചാനലിൽ ഞാൻ വരുന്നതാണ്. അപ്പൊ ഇനിയൊരു ബാലൻസ് വ്യൂവിനായിട്ട് നമ്മൾ നോക്കിയാണ് ഈ ഒരു ബിയറിഷ് കാഴ്ചപ്പാട് തെറ്റാണെന്ന് തെളിയിക്കാൻ എന്ത് സംഭവിക്കണം അല്ലെങ്കിൽ എന്ത് സംഭവിച്ചാൽ നമ്മളുടെ ഈ ഒരു തിയറിക്ക് എഗനിസ്റ്റ് ആയിട്ട് സ്റ്റോക്ക് മൂവ് ചെയ്യും എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ബുൾസിന് നിയന്ത്രണം തിരികെ പിടിക്കണമെങ്കിൽ 600 ലെവലിൽ പിടിച്ചു നിന്നാൽ മാത്രം പോരാ. ഈ ഒരു സപ്പോർട്ടിൽ നിന്ന് വളരെ ശക്തമായിട്ടുള്ള ഹൈ വോളിയത്തിലുള്ള ഒരു ബൗൺസ് നമുക്ക് കാണേണ്ടതുണ്ട്. തുടർന്ന് നിലവിലുള്ള റെസിസ്റ്റൻസ് ആയിട്ട് പ്രവർത്തിക്കുന്ന 670ക്ക് അടുത്തുള്ള 50 മൂവിംഗ് ആവറേജിന് മുകളിലേക്ക് ശക്തമായിട്ടുള്ള ഒരു മുന്നേറ്റവും വളരെ അത്യാവശ്യമാണ്. ആ ഒരു റെസിസ്റ്റൻസിന് മുകളിലുള്ള ഒരു ബ്രേക്ക് മാർക്കറ്റ് ബുള്ളുകളിലേക്ക് തിരിച്ചു വരുന്നു എന്നതിന്റെ ആദ്യ സൂചനയായിരിക്കും. എന്നാൽ നിലവിലെ പ്രൈസ് ആക്ഷനും അതുപോലെ തന്നെ മൊമെന്റവും അനുസരിച്ച് ഏറ്റവും എളുപ്പമുള്ള വഴി താഴേക്ക് തന്നെയാണ് എന്നാണ് തോന്നുന്നത്. അപ്പോൾ നമുക്ക് ഇതെല്ലാം ഒത്തുചേർത്ത് നോക്കാം. ആസ്റ്റർ DMൽ നമ്മൾ കാണുന്നത് ഒരു പൊരുത്തക്കേടാണ്. ഒരു വശത്ത് ഒരു വലിയ ബിസിനസ് സെയിൽസിന്റെ സ്പെഷ്യൽ ഡിവിഡന്റിന്റെയും ഹെഡ്ലൈൻ സ്റ്റോറി എത്തുന്നു. എന്നാൽ ഇത് ഉയർന്ന വാല്യുവേഷനുള്ള ഒരു സങ്കീർണമായിട്ടുള്ള വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ സാഹചര്യത്തിലേക്ക് നയിച്ചു എന്ന് വേണം കരുതാൻ. മറുവശത്ത് ചാർട്ട് അതിൻ്റെതായിട്ടുള്ള ഒരു കഥ പറയുകയും ചെയ്യുന്നുണ്ട്. ഒന്നാമതായിട്ട് ആ പ്രൈസ് പ്രധാനപ്പെട്ട ഷോർട്ട് ടേം മീഡിയം ടൈം മൂവിംഗ് ആവറേജിന് താഴെയായിട്ട് ട്രേഡ് ചെയ്യുന്നു. സെല്ലേഴ്സ് ആണ് ഇപ്പോൾ മാർക്കറ്റ് നിയന്ത്രിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലായി. രണ്ടാമതായിട്ട് RSI MACD പോലെയുള്ള മൊമെന്റം ഇൻഡിക്കേറ്റേഴ്സ് ബിയറിഷ് ആണ്.
മുകളിലേക്കുള്ള ഒരു ബയേഴ്സിന്റെ ആ ഒരു ശക്തി കുറഞ്ഞു അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു എന്ന് തന്നെ നമുക്ക് കാണിച്ചു തരുന്നു. മൂന്നാമതായിട്ട് സ്റ്റോക്ക് ഇപ്പോൾ അതിന്റെ ആ ഒരു അവസാനത്തെ പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് ലെവലിന് 200 മൂവിംഗ് ആവറേജിന് തൊട്ട് മുകളിലാണ്. അതായത് 600 എന്ന സൈക്കോളജിക്കൽ ലെവലും അതിന് തൊട്ട് താഴെയുള്ള വളരെ നിർണായകമായിട്ടുള്ള 200 ഡേ മൂവിംഗ് ആവറേജിനും മുകളിലാണ് ട്രേഡ് ചെയ്യുന്നത്. എപ്പോൾ വേണമെങ്കിലും ഒരു ബ്രേക്ക് ഡൗൺ സംഭവിക്കാം എന്ന് തന്നെയാണ് പറഞ്ഞു വരുന്നത്. 600ൽ നിന്നുള്ള ഒരു ബ്രേക്ക് ആണ് ട്രിഗർ. 200 മൂവിംഗ് ആവറേജിൽ നിന്നുള്ള ഒരു ബ്രേക്ക് ഈ സ്റ്റോക്കിന് കൂടുതൽ താഴത്തേക്ക് എത്തിക്കാൻ സാധ്യതയുണ്ട്. ഒരു വലിയ ട്രെൻഡ് മാറ്റത്തിന്റെ ഉറപ്പിക്കലായിരിക്കും അത്തരത്തിലുള്ള ഒരു ബ്രേക്ക് ഡൗൺ ഉണ്ടായെങ്കിൽ. തീർച്ചയായിട്ടും ആ ലെവലിനെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുക, കൃത്യമായിട്ട് നമ്മൾ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു നെഗറ്റീവ് മൊമെന്റം ഈ ഒരു സ്റ്റോക്കിൽ കാണാൻ കഴിയും. അപ്പോൾ ഈ ഒരു വീഡിയോ ടെക്നിക്കൽ അനാലിസിസ് മാത്രം ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ട്രെൻഡിങ് ആയിട്ടുള്ള വീഡിയോകളുമായിട്ട് വീണ്ടും വരാം. അപ്പോൾ അതുവരേക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്. സ്റ്റോക്ക് മാർക്കറ്റിലെ ന്യൂസുകളെയും അതുപോലെ തന്നെ അപ്ഡേറ്റുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് നമുക്കുണ്ട്. ആ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ ന്യൂസുകളുമായിട്ട് നാളെ വീണ്ടും വരാം. ബൈ.